അനീഷ് പിടിച്ച പുലിവാല്. അനീഷ് ആകെക്കൂടെ പുലിവാല് പിടിച്ച അവസ്ഥയിലാണുള്ളത്. കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓരോരുത്തരും കല്യാണം കഴിക്കുന്നില്ലേ, എപ്പോഴാണ് കല്യാണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താ പറയുക, ഓൺലൈൻ മീഡിയാസ് ഫുൾ ടൈം പുള്ളിയുടെ പുറകെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചോദിക്കാനുള്ളൂ. എപ്പോഴാണ് കല്യാണം, എപ്പോഴാണ് കല്യാണം. അപ്പോൾ പിന്നെ ഫാൻസും മോശമൊന്നുമല്ല. ഫാൻസ് ബിബിന്ന് ഇറങ്ങിയപ്പം മുതലേ എന്താ പറയുക, പുള്ളിയുടെ കല്യാണം നടത്താൻ വേണ്ടി ബ്രോക്കർ പണിയായിട്ട് നടക്കുകയാണ്. ഇറങ്ങിയപ്പോൾ തന്നെ ലക്ഷ്മിയായിട്ടൊരു പിന്നെ ഒരു ചാനൽ കണ്ടപ്പോൾ തന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ ലക്ഷ്മിയായിട്ട് നല്ല മാച്ച്, അപ്പം ലക്ഷ്മീനെ കെട്ടിക്കൂടെ എന്നുള്ള രീതിയിൽ. പിന്നെ ഈ അനുമോളെ പ്രപ്പോസ് ചെയ്തതാണ് മെയിനായിട്ട് പ്രശ്നമായതെന്ന് തോന്നുന്നു. അതുകൊണ്ട് പുള്ളിയെ ഏത് വിധേനയും കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഫാൻസും നടക്കുന്നത്. എന്താ പറയുക, പുള്ളിക്കൊരു സമാധാനം കൊടുക്കുന്നില്ല, ഒരു സ്വസ്ഥതയില്ല കല്യാണം കഴിക്കാതെ എന്നുള്ള രീതിയിലാണ് ഇപ്പം മുമ്പോട്ട് പോകുന്നത്. ഇപ്പം ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അനീഷും അനുമോളും കൂടെ തിരുവനന്തപുരം രാജകുമാരി സിൽസിൻ്റെ ഉദ്ഘാടനത്തിന് ഒന്നിച്ച് വരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു വീഡിയോ ചെയ്തു. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോസ് ഒന്നിച്ച് കാണുമ്പോൾ തന്നെ അനീഷിന് അനുമോളെ കെട്ടണ്ട, അനീഷിന് വേറെ നല്ല പെണ്ണിനെ കിട്ടുന്നൊക്കെയാണ് കമൻസ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേനും എന്താ ആലോചിച്ച് കൂട്ടുവാണ് ഓരോ കാര്യങ്ങൾ. എന്താ അത്രത്തോളം പിന്നെ എന്താ അനീഷിനെ കെട്ടിച്ച് മതിയാവും എന്നുള്ള ഇതിലാണ് ഇവർ നിൽക്കുന്നത്. പിന്നെ കുറേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കുറേ പേരുണ്ട് എന്താ രേണുവിനെ കൊണ്ട് കെട്ടിക്കണം, കാരണം രണ്ടുപേരും ഡിവോഴ്സ് ആയതല്ലേ, അതുകൊണ്ട് അനീഷ് രേണുവിനെ കെട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെന്താ ഒരു മനുഷ്യനെ സ്വസ്ഥത കൊടുക്കൂലേ ഇവരൊന്നും. ശരിക്കും പറഞ്ഞാൽ പ്രപ്പോസൽ സീന് തന്നെയാണ് എന്താ പറയുക അനീഷിന് ഈ ഒരു എന്താ പറയുക ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ കാരണം ആ പ്രപ്പോസലാണ് പണി പറ്റിച്ചത് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പം എന്താ പറയുക ഇങ്ങനെ പുറകെ നടന്ന് കല്യാണം കഴിക്കുന്നില്ല എന്നുള്ളൊരു ടോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓൺലൈൻ മീഡിയാസിൻ്റെ ഈ ഒരു ചോദ്യം സഹിക്ക വയ്യാതെ കഴിഞ്ഞ ദിവസം അനീഷ് പറഞ്ഞു, ഇനി പിന്നെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാരെ ആലോചിച്ചിട്ട് വരുന്ന പെൺകുട്ടിയായിരിക്കും കിട്ടുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കല്യാണം നടത്തുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ക്ഷണിക്കണം എന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇനി മേലിൽ ഇത് ചോദിച്ച് പുറകെ നടക്കണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ അതിനും താഴെ കമൻറ്റ്സ് വരുന്നത് എന്താ, അനുമോളെ പ്രപ്പോസ് ചെയ്ത സമയത്ത് വീട്ടുകാരോട് ചോദിച്ചിട്ടാണ് പ്രപ്പോസ് ചെയ്തതെന്നൊക്കെ. എന്താ ഇവർക്കൊന്നും എന്താ പറയുക, ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ. കേട്ട് മടുത്ത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന് അകത്ത് ഇവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ഈ ഓൺലൈൻ മീഡിയാസിൻ്റെ സ്ഥിരം പല്ലവി ഇതായിരുന്നു, അനുമോൾ പി ആർ കൊടുത്തിട്ടാണ് വന്നതെന്നുള്ള ചോദ്യം. അനുമോൾ എന്നുള്ളൊരു പല്ലവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഓൺലൈൻ മീഡിയാസിന്. ആരെ കാണുമ്പോഴും അനുമോൾ എന്നായിരുന്നു. ഇപ്പോൾ അതുപോലെയാണ്. ഇപ്പോൾ ബേബിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം അനീഷിൻ്റെ പുറകെ നടന്നിട്ട് കല്യാണം കഴിക്കുന്നില്ല, എവിടെ കണ്ടാലും ഈ ഒരു ചോദ്യം മാത്രം, വേറെ ഒന്നും ഇവർക്ക് ചോദിക്കാനില്ല. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ അങ്ങേയറ്റം. ഇപ്പം അനുമോൾ ഫാൻസിൻ്റെ അനീഷ് ഫാൻസ് പുള്ളിയെ കെട്ടിക്കാൻ വേണ്ടി നടക്കുന്നു ഒരു സൈഡിൽ. അതേ സമയത്ത് അനുമോൾ ഫാൻസ് മോശമല്ല. അനുമോൾ ഫാൻസിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അനുമോളെ ആരൊക്കെയാണോ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് അവരെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നെഗറ്റീവ് ആക്കണം. അതാണ് അനുമോൾ ഫാൻസിൻ്റെ പരിപാടി. അതിപ്പം എന്താ പറയുക, ഇപ്പം ബിന്നിയുടെ കേസ് നമ്മൾ കണ്ടല്ലോ. ബിന്നി പിന്നെ നമ്മുടെ നടി അംബികയുടെ അമ്മ മരിച്ച സമയത്ത് അവിടെ പോയി ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ ഉള്ള കോലാഹലം ഉണ്ടാക്കി അവരെ ബിന്നിയെക്കുറിച്ച് പറഞ്ഞിട്ട്. ആക്ച്വലി പിന്നെ ആ ഒരു വീഡിയോയിൽ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയിൽ ഈ പറയുന്ന അംബികയുടെ സഹോദരൻ സുരേഷ് നായർ എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ ബിന്നിയുടെ തൊട്ട് പുറകിൽ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ ആരോടൊക്കെയോ തമാശ പറഞ്ഞിരിക്കുന്നുണ്ട്. അതായത് സ്വന്തം അമ്മ മരിച്ചു കിടക്കുമ്പം ഈ പുള്ളി ഈ പറഞ്ഞ പോലെ ആരോടൊക്കെയോ തമാശ പറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവർക്ക് കാണില്ല, കാരണം അയാൾ അനുമോളെ പറ്റി നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇവരുടെ കണ്ണിൽ പെടില്ല. പക്ഷെ അതിന് പകരം ബിന്നിയെ എടുത്തിട്ട് ഇളക്കണം. അതുപോലെ തന്നെ ഒരു മായ എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ട്രസ് ഉണ്ട്, അവരും അനുമോളെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെ എടുത്തിട്ട് ഇളക്കണം. അപ്പോൾ അനുവിനെ ആരൊക്കെ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളത് അവരെയൊക്കെ എടുത്തിട്ട് അതൊക്കെ, അതാണ് അനുമോൾ ഫാൻസിൻ്റെ പരിപാടി. അനീഷ് ഫാൻസ് ആണെങ്കിൽ അനീഷിനെ എങ്ങനെയെങ്കിലും കെട്ടിക്കണം. അപ്പോൾ രണ്ടും കണക്ക് തന്നെ.